ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിലെ നമ്മുടെ വായനാഭാഗം 1 ദിനവൃത്താന്തം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 9-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും ദൈവം വിസ്മരിക്കപ്പെടാത്ത ഒരു കൂട്ടം ദൈവജനത്തെയുമാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തും നാം വംശാവലികൾ കാണുന്നു. എന്നാൽ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവത്തിൻ്റെ നമ്മോടുള്ള വലിയ വിശ്വസ്തതയുടെ അടയാളമാണ് അത്. ഇവിടെ ഓരോ ഗോത്രങ്ങളുടെ വംശാവലി പേരുപേരായി വിവരിക്കുന്നു. ഈ പട്ടികയിൽ യുദ്ധവീരന്മാരും സാധാരണക്കാരുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുതലാണ് നമുക്ക് ഇതിലൂടെ വെളിവാകുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട് തകർച്ചയിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ബെന്യാമീൻ ഗോത്രത്തെയും ശൗൽ രാജാവിൻ്റെ വംശത്തെയും കുറിച്ച് 8-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ശൗലിൻ്റെ പതനത്തിനു ശേഷവും ആ വംശത്തെ ദൈവം നിലനിർത്തുന്നു. 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ എല്ലാവരും ബെന്യാമീന്യ സന്തതികൾ എന്നാണ്. ഇവർ ബാബിലോൺ പ്രവാസത്തിനു ശേഷം യെരുശലേമിൽ തിരിച്ചെത്തിയവരായിരുന്നു. എഫ്രൈമിൻ്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടതായി 7-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു. എന്നാൽ ദൈവം എഫ്രൈമിന് വീണ്ടും മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു. ഇതും തകർച്ചയിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പായി നമുക്ക് കരുതാം. നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുതിയൊരു തുടക്കം അഥവാ വീണ്ടെടുപ്പ് ദൈവത്തിന് സാധ്യമാണ് എന്നാണ് ഈ വേദഭാഗം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് മറക്കാത്തവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. ലേവ്യർ, പുരോഹിതന്മാർ, വാതിൽ കാവൽക്കാർ എന്നിവർക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. തകർന്നുപോയ ദൈവാലയത്തെയും ആരാധനയെയും പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഓരോരുത്തർക്കും കൃത്യമായ ചുമതലകൾ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ സൂക്ഷിക്കുന്നവർ മുതൽ മാവ് കുഴയ്ക്കുന്നവർ വരെ അവിടെ ഉണ്ടായിരുന്നു. ദൈവരാജ്യത്തിൻ ശുശ്രൂഷകൾ ചെറുതോ വലുതോ എന്നതല്ല, എല്ലാം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നവയാണ്. അതിനാൽ ലോകം അവഗണിച്ചാലും ചരിത്രത്താളുകളിൽ നമുക്ക് സ്ഥാനം ലഭിച്ചില്ലെങ്കിലും നമ്മെ മറക്കാത്തവനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. അങ്ങനെ ദൈവത്തിന് കൊള്ളാകുന്നവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് എപ്പോഴും ഞങ്ങളെ ഓർക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടുത്തെ രാജ്യത്തിൻ്റെ ചെറുതും വലുതുമായ ശുശ്രൂഷകളിൽ ഞങ്ങളെയും വിശ്വസ്തരായ ശുശ്രൂഷകരാക്കി തീർക്കണമേ. ആമേൻ.